മെയ് 22-ാം തീയതി രാവിലെ ഞങ്ങളുടെ പ്രോഗ്രാം അനുസരിച്ച് ഷാങ്ഹായിൽ നിന്നും ബീജിങ്ങിലേക്ക് ഉള്ള ബുള്ളറ്റ് ട്രെയിനിലുള്ള യാത്രയാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇത് രണ്ടും വളരെ വിദൂരമായ രണ്ട് നഗരങ്ങളാണ്. വളരെ വിദൂരങ്ങളാണ്. ഇത് വിദൂരത്തിലാണ്. അതായത് ഒരു ബുള്ളറ്റ് ട്രെയിൻ 4 മണിക്കൂർ കൊണ്ട് ഷാങ്ഹായിൽ നിന്ന് ബീജിങ്ങിലെത്തും. 350 കിലോമീറ്റർ സ്പീഡാണ്. ആ സ്പീഡ് അറ്റൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് കൊണ്ടൊക്കെ ഈ 350 കിലോമീറ്റർ അടിച്ചു കയറും. ഈ ട്രെയിൻ ഞാൻ ഇതേപോലെ ഈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിൻ ഞാൻ നേരത്തെ യാത്ര ചെയ്തിട്ടുണ്ട് യൂറോപ്പിലും ഏതാണ്ട് 350 കിലോമീറ്റർ സ്പീഡ് TRV. ഇത് അവരുടെ ആ ട്രെയിനൊക്കെ അങ്ങനെ പോകും. അത് ജർമ്മനിക്കും ഉണ്ട്, ഫ്രാൻസിനും ഉണ്ട്. ഞാൻ പാരീസിൽ നിന്നാണ് ഒരു 2-3 സ്ഥലങ്ങളിലേക്ക് പാരീസിൽ നിന്ന് ഇതുപോലെ ഈ ബുള്ളറ്റ് ട്രെയിൻ ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ട്. ആ ട്രെയിനിലൊക്കെ ഉള്ള സൗകര്യങ്ങളെന്ന് പറയുന്നത് വളരെ വലിയ സൗകര്യമാണ്. അതിൽ ബാറ് വരുന്നുണ്ട് ആ ട്രെയിനിനകത്ത്. അവിടെയൊക്കെ യൂറോപ്പിൽ. ഇവിടെ ഇതിലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് അതുപോലെ കഫറ്റേരിയ ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്. നമുക്ക് അവിടെ പോയിരുന്നിട്ട് ഫുഡ് കഴിക്കാം. നല്ല ടേബിളൊക്കെ ഇട്ടേക്കാണ്. അവിടെ ഇരുന്ന് നമുക്ക് ആഹാരം വാങ്ങി കഴിക്കാം. ഇതിങ്ങനെയുള്ള സൗകര്യമുണ്ട്. പിന്നെ അന്ന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആയിരുന്നത് കാരണം അവിടെ സമയാസമയങ്ങളിൽ ഫുഡ് കൊണ്ടുവരുന്നത് തരുന്നത് ആരാണെന്നറിയാമോ? TTR നമ്മൾ പറയുന്നില്ലേ, ഈ TTR ആണ് നമുക്ക് ഫുഡ് കൊണ്ടുതരുന്നതും അതുപോലെ ആ പാത്രം എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ. അവർക്ക് അങ്ങനെ ഇന്ന ജോലി എന്നൊന്നുമില്ല. ഒരാളുടെ ജോലി ആണ്, അവരങ്ങ് ചെയ്യുകയാണ് കറക്റ്റായിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിന് ഞാൻ ഈ ചൈനയിൽ എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണെന്ന്. ഏതായാലും ഞങ്ങൾ ഷാങ്ഹായിലെ ഈ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് തന്നെ ഞങ്ങൾക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം ഉള്ള യാത്ര ഉണ്ടായിരുന്നു ട്രെയിനിൽ ഇത് കയറാനായിട്ട് പോകാൻ. അവിടെ നേരത്തെ തന്നെ ചെന്നു. ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ്. പിന്നെ ഓരോ ഗേറ്റ് അത് അടച്ചേക്കാണ്. സമയമാകുമ്പോൾ അത് തുറക്കും. അതായത് ബോർഡിംഗ് ടൈം നമുക്ക് ആകുമ്പോഴാണ് അവരത് തുറക്കുന്നത്. അപ്പോൾ ആ ബോർഡിംഗ് ടൈം എഴുതു. അതിനകത്ത് ആ ഗേറ്റ് തുറന്നു. അവിടെ എലിവേറ്റർ ഉണ്ട്, എസ്കലേറ്ററുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പടിയും കയറി പോകാം. വേറെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു റെയിൽവേ സ്റ്റേഷനാണ് അതെന്ന് നമുക്ക് തോന്നത്തില്ല. ഒരു എയർപോർട്ടിൽ ചെല്ലുന്ന പ്രതീതിയാണ്. ആ രീതിയിലാണ് അവിടെ അത് കൈകാര്യം ചെയ്യുന്നത്. നല്ല യൂണിഫോമൊക്കെ ഇട്ട ഉദ്യോഗസ്ഥർ വളരെ അന്തസ്സായിട്ട് പെരുമാറുന്ന രീതിയിൽ. അവരൊന്നും മിണ്ടത്തൊന്നുമില്ല. ഭാഷയെന്ന് പറഞ്ഞുകൂടല്ലോ. ഈ ഗേറ്റ് സമയമാകുമ്പോൾ അവർ തുറക്കും. ഞങ്ങളങ്ങനെ ഗേറ്റ് തുറന്ന് കിട്ടി. ഞങ്ങളെല്ലാം കൂടെ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. അവിടെ ചെന്നു. ഈ ട്രെയിൻ കറക്റ്റ് സമയത്ത് അവിടെ ട്രെയിൻ അന്നേരം അവിടെ കിടക്കുകയാണ്. ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് നോക്കി ഞങ്ങൾ കണ്ടുപിടിച്ചു, കയറി. എല്ലാവർക്കും വളരെ സൗകര്യപ്രദമായ സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് ഫുള്ളാണ് ആ ട്രെയിനിൽ മിക്കവാറും. 4 മണിക്കൂർ കൊണ്ട്, അതായത് ഫ്ലൈറ്റ് ടൈം എന്ന് പറയുന്നത് ഫ്ലൈറ്റിന് 2.5 മണിക്കൂറോളം എടുക്കും ഷാങ്ഹായ് ടു ബീജിങ്. അപ്പോൾ ഈ ട്രെയിൻ പോകുന്നത് 4 മണിക്കൂറുണ്ട്. അപ്പോൾ 4 നോക്കിയുള്ളൂ ഇതിൻ്റെ സ്പീഡ്. ഏതാണ്ട് 350 കിലോമീറ്റർ അറ്റൈൻ ചെയ്യാനായിട്ട് 2 മിനിറ്റ് കൊണ്ടൊക്കെ 350 കിലോമീറ്ററിലേക്കൊക്കെ അടിച്ചു കയറും. അപ്പോൾ അതിൽ കമ്പ്യൂട്ടറിൽ സ്ക്രീനിൽ നമുക്ക് കാണാം, നമ്മുടെ കോച്ചിൽ തന്നെ ഇതിൻ്റെ സ്പീഡ് ഓരോ സമയത്ത് മാറി സ്പീഡ് വരുന്നത് നമുക്ക് കാണാം. അങ്ങനെ 350 കിലോമീറ്റർ അറ്റൈൻ ചെയ്യും. ഇടയ്ക്ക് ഒരു സ്റ്റേഷൻ എങ്ങാനും മാത്രമേ ഉള്ളൂ നിർത്തുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ബീജിംഗ് ആണ്. ഈ 2 വൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും നല്ല സഞ്ചാര മാർഗമാണിത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ട്രെയിൻ, ഇഷ്ടംമാതിരിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ അതിൽ കയറി. ഒന്നും അറിയാൻ പോലും ഇല്ല. കാരണം നമുക്ക് ഒരു ശകലം പോലും കുലുക്കമൊന്നും അനുഭവപ്പെടത്തില്ല. നമ്മുടെ വന്ദേ ഭാരതിനെക്കാഴിയൊക്കെ വളരെ കംഫർട്ടബിളാണ്, സുഖമാണ്. അപ്പോൾ നല്ല സൗകര്യമാണ് ആ യാത്ര. നമുക്ക് കേരളത്തിൽ എന്തുകൊണ്ട് ഇതുണ്ടാവുന്നില്ല? കേരളത്തിൽ യഥാർത്ഥത്തിൽ
ഇപ്പം നമ്മൾ ഈ ആകാശപാതയെന്നും അതും ഇതൊന്നും ഒക്കെ പറഞ്ഞ ഓരോ പുതിയ പുതിയ പരിഷ്കാരങ്ങളും ഒക്കെ കൊണ്ടുവരുമല്ലോ. അതിലൊക്കെ നല്ലത് ഈ ഉള്ള ലൈൻ എന്ന് പറയുന്നത് സംരക്ഷിച്ച് അതിൻ്റെ വളവുകളൊക്കെ നിവർത്തി ഒന്ന് സ്പീഡ് കൂട്ടിയാൽ ഈ 350 കിലോമീറ്റർ വേണം, നമുക്ക് ഒരു 200 കിലോമീറ്ററെങ്കിലും സ്പീഡിൽ നമുക്കൊന്ന് പോയിരുന്നെങ്കിൽ എത്രയോ നല്ല കാര്യമാണ്. നമുക്ക് നമ്മുടെ സമയം ഒട്ടും നമുക്ക് പാഴാക്കാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, സുഖകരമായ യാത്രയും നടത്താം. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ആ റെയിൽവേയുടെ വികസനം എന്ന് പറയുന്നത് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിന് വേണ്ട ഏറ്റവും വലിയ വികസനം എന്ന് പറയുന്നത് റെയിൽവേയുടെ വികസനമാണ്. റോഡ് ട്രാഫിക്ക് മാത്രമല്ല, റോഡ് ട്രാഫിക് ഇപ്പോൾ ആ റോഡ് വികസിച്ച് കഴിഞ്ഞാൽ വലിയ നല്ല ആ ഹൈവേ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എക്സ്പ്രസ് വേ ആയി കഴിഞ്ഞാൽ അത് നല്ലതാണ്, സ്പീഡും കിട്ടും. പക്ഷേ ഇത് ഒന്നും അറിയേണ്ട, ട്രെയിൻ ഉണ്ടെങ്കിൽ റെയിൽവേ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ റെയിൽ കണക്ടിവിറ്റി ഉണ്ട്, നല്ല ഹൈ സ്പീഡ് ട്രെയിനും ഇതുപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. എയർ കണക്ടിവിറ്റി കഴിയും, അതായത് ഫ്ലൈറ്റിനെ കഴിയും എത്രയോ സൗകര്യമാണെന്നറിയാം. നമ്മുടെ എയർപോർട്ടിൽ പോയാലുള്ള കുഴപ്പം എന്താ? നമ്മൾ ഏറ്റവും കുറഞ്ഞത് ആഭ്യന്തര യാത്രയ്ക്കാണെങ്കിൽ 1 മണിക്കൂർ മുമ്പ് അവിടെ ചെന്നിരിക്കണം. ചെക്ക് ഇൻ ചെയ്ത് അത് കഴിഞ്ഞ് സെക്യൂരിറ്റി ചെക്കും ഒക്കെ കഴിഞ്ഞ് നമ്മൾ കയറണം. ഇതും കഴിഞ്ഞ് ഇനി ഇതല്ല എന്നുണ്ടെങ്കിലോ അത് നമ്മൾ ആ 1 മണിക്കൂർ നമുക്ക് അവിടെ എയർപോർട്ടിൽ പോകും. ഈ ട്രെയിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവമില്ല. അതാ ഞാൻ പറഞ്ഞത്, വളരെ സൗകര്യമാണ്. ഈ 1 മണിക്കൂർ മുമ്പ് ചെക്ക് ഇൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സമയമാകുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ സമയമാകുമ്പോൾ അങ്ങോട്ട് ചെന്നാൽ മതി, കയറി യാത്ര ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഈ ബീജിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. വിദൂരമായിട്ടുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം അടുത്തുള്ളതൊന്നും നമുക്ക് നോക്കാൻ കാണാൻ പോലും കിട്ടത്തില്ല. 350 കിലോമീറ്റർ സ്പീഡിലല്ലേ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബീജിങ്ങിനോട് അടുത്തു. ബീജിങ്ങിനോട് അടുത്തപ്പോഴാണ് മഴ അങ്ങോട്ട് തുടങ്ങി. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു പേമാരിയാണ് ഒന്നുണ്ട് മഴ. ആ കോരിച്ചൊരിയുന്ന മഴയത്താണ് ഞങ്ങളുടെ ട്രെയിൻ ബീജിങ്ങിലെത്തിയത്. ബീജിങ്ങിൽ നിന്ന് ഞങ്ങൾ ഈ പെട്ടിയൊക്കെ വലിച്ച്, ലഗേജ് ഉണ്ടല്ലോ, ആ ലഗേജ് ക്യാബിനിൽ നിന്ന് അതിൽ നിന്ന് ലഗേജും ഒക്കെ വലിച്ചെടുത്ത് ഈ പെട്ടിയും കൊണ്ട് പോവുക. മഴ മുഴുവൻ നനയാനിടയായി. മുഴുവൻ നനഞ്ഞ് കുതിർന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിലേക്ക് ചെന്ന് കയറുന്നത്. അപ്പോൾ അന്നത്തെ പ്രോഗ്രാം പിന്നെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തുടങ്ങാൻ പോവുകയാണ്. അന്ന് തന്നെ ഞങ്ങൾക്ക് വേറെ പ്രോഗ്രാമുണ്ട്. വേറെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അന്ന് ബീജിങ്ങിൽ ചെന്നതിന് ശേഷം നമുക്ക് വേണ്ടത്, ബീജിങ്ങിൽ ചെന്നിട്ട് പിന്നെ നമുക്ക് ഒളിമ്പിക് സ്റ്റേഡിയം അന്ന് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്നു, ഹോട്ടലിൽ ചെന്നു, ചെക്ക് ഇൻ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ലഗേജൊക്കെ അവിടെ കീപ്പ് ചെയ്തു. ഞങ്ങൾ പിന്നെ ബസ്സിലേക്ക് കയറി. ബസ് കയറിയിട്ട് നേരെ ഒളിമ്പിക് സ്റ്റേഡിയത്തിലേക്ക് പോവുകയാണ്. അത് കാണേണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ശേഷം അടുത്തതിൽ